ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്, കൃത്യമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇടവിട്ടാണെങ്കിൽ പോലും ഇറാൻ്റെ മിസൈലുകൾ പതിക്കാത്ത ഒരു ദിവസവുമില്ല. അറബ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ്റെ മിസൈലുകൾ പതിക്കാത്ത ദിവസങ്ങൾ ഇല്ല. UAE സൗദിയോ പോലെ പൂർണ്ണമായി ഇറക്കുമതി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്നതുകൊണ്ടാണ് ഈ റെസിലിയൻസ്. ഇറാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, തങ്ങളിപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ചില ഓലപ്പടക്കങ്ങളാണ്, അല്ലെങ്കിൽ പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളാണ്. ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിമാനങ്ങൾക്ക് 5 വിമാനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇതിനകത്തു നിന്ന് വരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. എല്ലാ GCC രാജ്യങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻവോൾവ് തന്നെയാണ്. ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഭാഗികം മാത്രമാണ്. പലരും കരുതിയിരുന്നത് ഏകപക്ഷീയമായ യുദ്ധമാണ്. വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നഷ്ടം സംഭവിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകളിൽ ഉൾപ്പെടെ ചില സ്ഫോടനങ്ങൾ നടക്കുന്നു. യുദ്ധവിജയം ഉറപ്പുവരുത്താൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാം എന്നാണോ അമേരിക്ക വിശ്വസിക്കുന്നത്? അമേരിക്ക ചെകുത്താനായി കണ്ട ഒരു കക്ഷിയാണല്ലോ ഹമാസ്. ഹോർമൂസ് കടലെടുക്കുക, അത് ബലം പ്രയോഗിച്ച് തുറക്കാൻ അമേരിക്കൻ കപ്പലുകളോടൊപ്പം തോളോട് തോള് ചേർന്ന് റഷ്യൻ ചൈനീസ് കപ്പലുകൾ. എത്ര മനോഹരമായ നടക്കാത്ത മോഹം. കടലിനടിയിൽ, പേർഷ്യൻ കടലിനടിയിൽ, ഉൾക്കടലിനടിയിൽ വലിയ ചീങ്കണ്ണികൾ, തിമിംഗലങ്ങൾ ഉണ്ടാകും ഈ ഡ്രോണുകളുടെയും മറ്റായുധങ്ങളുടെയും രൂപത്തിൽ. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ സമീപിച്ചു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. US-മായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനായി രാജ്യം സജ്ജമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി എന്നിവർ സൈനിക തലവന്മാർക്കൊപ്പം ടെഹ്റാൻ പട്ടണത്തിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ. ഇറാൻ നേതാക്കൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന അമേരിക്കൻ ഭീഷണിക്കിടയിലാണ് ഈ ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാനും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ വലിയ ആയുധശേഖരത്തിന്റെ ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിനാണോ? ഉടനടി കീഴടങ്ങണം പറയുന്നത് ഉഗ്ര ശാസനനായ ഡൊണാൾഡ് ട്രംപ്. സാധ്യമല്ല, കീഴടങ്ങാൻ സാധ്യമല്ല. അത് മാത്രമല്ല, തങ്ങൾ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണ്, തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളോളം വേണ്ടി വന്നാൽ 5 വർഷം. തങ്ങൾ മുൻപ് 8 വർഷം യുദ്ധം ചെയ്തതാണല്ലോ. ഇറാഖുമായി പിടിച്ചു നിന്നല്ലോ. യുദ്ധം തങ്ങൾക്ക് പുത്തരിയല്ല. എത്ര വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യാം. കാരണം തങ്ങളിപ്പോൾ ഉപരോധത്തിലാണ്. പറയുന്നത് ഇറാനാണ്. തങ്ങളുടെ എണ്ണ വിൽക്കാനാവുന്നില്ല, യുദ്ധമുണ്ടെങ്കിലും വിൽക്കാനാവുന്നില്ല, സമാധാന കാലത്ത് ഉപരോധത്തിലൂടെയും വിൽക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹോർമൂസ് ഒരു കാലത്തും നിങ്ങളുടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാനായി തുറന്നു നൽകില്ല. യുദ്ധം തന്നെയാണ്. യുദ്ധമെങ്കിൽ യുദ്ധം. അപ്പം 2 പക്ഷത്തും വലിയ കടുംപിടുത്തം നടക്കുന്നു. 2 ഉത്തരങ്ങൾ ഇറാൻ പ്രവൃത്തിയിലൂടെ നൽകിയിരിക്കുന്നു. ഒന്ന്, അമേരിക്കയുടെ പ്രൊപ്പഗൻഡ മെഷീനറിയാണ്. ഇറാൻ്റെ ഉന്നത നേതൃത്വം ഭയപ്പെട്ട് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. അതായത് ഹമാസിൻ്റെ ആളുകൾ, ഹമാസിൻ്റെ നേതാക്കൾ, ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് മാളങ്ങളിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ നെറ്റ്വർക്ക് ഓഫ് ഈ സിസ്റ്റം ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ ഇറാൻ്റെ ഉന്നത നേതാക്കളെ ആരെയും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചു വിരിച്ചുകൊണ്ട് ഇറാൻ്റെ ഉന്നത നേതൃത്വത്തിൽ, സൈനിക നേതൃത്വത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും പെട്ടവർ, അതായത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി, ഇറാൻ്റെ IRGCയുടെ ചുമതല ഉള്ളവർ, സുപ്രീം കോടതിയുടെ ന്യായാധിപന്മാർ എന്നു വേണ്ട പ്രധാനപ്പെട്ട ലാരിജാനി, അല്ലേ, ഈ ദേശീയ സുരക്ഷയുടെ അവസാന വാക്കായി ഇറാൻ ഇപ്പോൾ കരുതുന്ന അലി ലാർജാനി, ഇവരെല്ലാം ടെഹ്റാൻ്റെ നിരത്തിലൂടെ നടന്നു നീങ്ങുന്ന ചിത്രം ഇറാൻ പുറത്തുവിട്ടു. അപ്പോൾ എവിടെയാണ് ഈ ഉപരിതലത്തിൽ നേതൃത്വമൊന്നുമില്ല എന്ന് അമേരിക്ക പറയുന്നതിൻ്റെ ഈ പ്രൊപ്പഗാൻഡ വാറിൻ്റെ നടുപൊടിക്കാൻ അത് ഏത് ദിവസമെടുത്ത ചിത്രമാണ് എന്ന് കൃത്യമായി അറിയില്ല. എങ്കിലും
യുദ്ധസമയത്തെടുത്ത ചിത്രമാണ് എന്നതിൻ്റെ ചില സൂചനകൾ ആ ചിത്രത്തിലുണ്ട്. ആ ചിത്രം ഈ AI ജനറേറ്റഡ് അല്ല എന്നതാണ് മൊത്തത്തിലുള്ള സാക്ഷ്യപത്രം. അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കാം. 2, ഇറാൻ്റെ കേപ്പബിലിറ്റി മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാൻ തിരിച്ചടിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്, കൃത്യമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇടവിട്ടാണെങ്കിൽ പോലും ഇറാൻ്റെ മിസൈലുകൾ പതിക്കാത്ത ഒരു ദിവസവുമില്ല. അറബ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ്റെ മിസൈലുകൾ പതിക്കാത്ത ദിവസങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഈ പറയുന്ന ഒരു വശത്ത് പ്രോപ്പഗാൻഡ വാർ നടക്കുന്നു, മറുവശത്ത് അതിന് കൃത്യമായ അത് പൊളിച്ചെടുക്കാൻ തക്ക തന്ത്രങ്ങൾ ഇറാൻ മെനയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അമേരിക്ക കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമാത്രമല്ല, തങ്ങൾ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് തീർച്ചയായും അത്ര അനുകൂലമാകുന്ന, കാരണം ഇറാൻ്റെ ഒരു റിസോൾവ്, ഇറാൻ്റെ ഒരു ടെനാസിറ്റി, ഇറാൻ്റെ ഒരു വേർവിറ്റൽ പൂർണ്ണമായി അളക്കാതെ വിരട്ടുമ്പോൾ വിരളുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് അമേരിക്ക കരുതിയെങ്കിൽ തീർച്ചയായും അമേരിക്ക ഈസ് എ സുപ്പീരിയർ ഇക്കണോമിക് മിലിറ്ററി പവർ. അമേരിക്കയ്ക്ക് തീർച്ചയായും ഉപരോധത്തെ ഭയക്കണ്ടല്ലോ. ഇറാന് ജീവനാഡിയാണ് പണം, അത് കിട്ടുന്നില്ല, ഉപരോധമാണ്, സപ്ലൈസ് കിട്ടുന്നില്ല. ഇറാൻ ഒരുപാട് കാര്യത്തിൽ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അതുകൊണ്ടാണ്, എണ്ണ മാത്രമല്ല ഇറാനുള്ളത്, ഇറാൻ കൃഷിയിടങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, ആഹാരം അത്യാവശ്യമുണ്ട്. പൂർണ്ണമായി ഇറക്കുമതി ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമല്ല UAE സൗദിയോ പോലെ പൂർണ്ണമായി ഇറക്കുമതി ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമല്ല ഇറാൻ എന്നതുകൊണ്ടാണ് ഈ റെസിലിയൻസ്. പക്ഷേ ഇറാൻ്റെ വാർ മെഷീനറി മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, എണ്ണ വിൽക്കാൻ കഴിയണം. അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ടാണ് ഇറാൻ പ്രത്യാക്രമണ മോഡിലേക്ക് തിരിഞ്ഞതും തങ്ങൾക്കൊരു ധൃതിയുമില്ല യുദ്ധം നിർത്താൻ. നിങ്ങൾ പറയുന്നത് പോലെ സമാധാനം ഇപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ് എന്ന് മറുത്തു പറയാൻ ഇറാൻ മുന്നോട്ട് വരുന്നത് ആ സാഹചര്യത്തിലാണ്. അതുപോലെ അമേരിക്ക പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ആയുധശേഖരം 90% ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ പറഞ്ഞു, അബദ്ധം പറയരുത്, തങ്ങളുടെ ആയുധശേഖരം എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായ അറിവില്ല. എല്ലാവരും പറയുന്നത് പോലെ മിസൈൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വലിയ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതിനെ മിസൈൽ സിറ്റി എന്നാണ് പറയുന്നത്. ഡ്രോണുകളും മിസൈലുകളും ആയിരക്കണക്കിന് അടുക്കി വെച്ചിരിക്കുന്ന ഒളിയിടങ്ങൾ. ഇറാൻ്റെ ടോപ്പോഗ്രഫി അതിന് അനുകൂലമാണ്. വലിയ മലമടക്കുകളിൽ, ഗുഹകൾക്കുള്ളിൽ, ആഴത്തിൽ, ഏറെ ഉള്ളിൽ, അത് ഒരു ബോംബിനും കടന്നു ചെന്ന് നശിപ്പിക്കാനാവാത്ത അത്ര സുരക്ഷിതമായ ഇടങ്ങളിൽ ഇറാൻ ഡ്രോണുകളും വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, തങ്ങളിപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ചില ഓലപ്പടക്കങ്ങളാണ്, അല്ലെങ്കിൽ പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളാണ്. പ്രഹരശേഷി കൂടിയ മിസൈലുകൾ അറബി നാടുകളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ അയച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതേക്കുറിച്ച് ഒരു കാര്യത്തിൽ ഇറാൻ്റെ തന്ത്രം തീർച്ചയായും അറബി രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തീർച്ചയായും പ്രതിഷേധ സൂചകമാണെങ്കിൽ പോലും സിവിലിയൻ കേന്ദ്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോഴും മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് തന്നെയാണ് ആക്രമിക്കുന്നത്. ചില സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ ഒക്കെ ആക്രമണ വിധേയമായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഉപയോഗിച്ച വാർഹെഡുകൾ വളരെ ഭയമുള്ള വിധമായ ഒന്നാണ്. പക്ഷേ ഇറാൻ്റെ ആയുധശേഖരം ഒരുപക്ഷെ വലിയ തോതിൽ അവശേഷിക്കുന്നുണ്ടാകാം എന്നതിൻ്റെ ചിത്രങ്ങളാണ്. അതെപ്പോൾ എടുത്ത ചിത്രങ്ങളെന്ന് വ്യക്തമല്ല. ആയുധശേഖരം നശിപ്പിക്കുന്നതിന് മുൻപെടുത്ത ചിത്രമാണോ അതോ അതിനുശേഷം നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും ബാക്കി അവശേഷിക്കുന്ന ചിത്രങ്ങളാണോ? ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വിശദമായി അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ പ്രഹരശേഷിയുണ്ട്. തങ്ങൾ ഇപ്പോൾ വിട്ട റോക്കറ്റുകൾ നിങ്ങൾ അത് എയ്ത് വീഴ്ത്തി. നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം, THAAD ആൻഡ് ഈ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞു. നിങ്ങൾക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും അത് കൊണ്ടുവന്ന് പ്രതിരോധം ഒരുക്കേണ്ടി വരുന്നുണ്ട്. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പ്രഹരശേഷി കൂടിയ മിസൈലുകൾ, ഫത്ത റേഞ്ചിലുള്ള മിസൈലുകൾ, ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഞങ്ങൾ അയക്കാൻ മടിക്കില്ല. അതൊരു വലിയ തന്ത്രമല്ലേ? ആദ്യം പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് റീപ്ലെനിഷ് ചെയ്യുന്നതിന് മുൻപ് ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായാൽ അതൊരു വലിയ യുദ്ധതന്ത്രം തന്നെയാണ്. അതിലേക്ക് പോകാൻ തങ്ങൾ മടിക്കില്ല എന്ന സൂചനയാണ് ആയുധങ്ങളുടെ വലിയ പ്രദർശനത്തിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ബേസിലുണ്ടായിരുന്ന അമേരിക്കയുടെ ഇന്ധനം നിറയ്ക്കുന്ന 5 വിമാനങ്ങൾ ഇറാൻ തകർത്തുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചില വിദേശ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാനമായ ഒരു വിമാനം ഇറാഖിൽ ബഹിരാകാശത്ത് വെച്ച് ആക്രമിച്ച് വീഴ്ത്തിയെന്നും പറയപ്പെടുന്നു. ഇറാഖിലെ ആക്രമണത്തിൽ
നിരവധി US സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ ഇറാൻ വളരെ മുന്നേ തന്നെ ഒരു യുദ്ധമുണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രം സെറ്റ് ചെയ്തിരുന്നു. ഒരു സ്ട്രാറ്റജി ഉള്ളതായി കരുതാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അങ്ങനെ ഒരു ദീർഘകാല സ്ട്രാറ്റജി ഉണ്ടാവില്ല എന്നായിരുന്നു പൊതുവെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കണക്കുകൂട്ടൽ. അതെല്ലാം പാഴ്വാക്കുകളാക്കുന്ന പാഴ്ചിന്തകളാക്കുന്ന രീതിയിലാണ് ഇറാൻ കൃത്യമായ ആസൂത്രണത്തോടു കൂടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഈ സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമ താവളത്തിൽ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അത് വലിയ ബോയിങ് 707 സമാനമായ വലിപ്പമുള്ള വലിയ വിമാനങ്ങളാണ്. അത് ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ചു കൊടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വിമാനങ്ങൾ ആ പ്രദേശത്ത് അമേരിക്ക എത്തിച്ചിട്ടുണ്ട് യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അതിൽ 5 എണ്ണം സൗദി അറേബ്യയിൽ തകർന്നു എന്നാണ്. വിമാനത്താവളത്തിൽ തകർന്നു. അതായത് ഒരുപക്ഷെ വിമാനത്താവളത്തിൽ ആങ്കർ ചെയ്തിരുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്തിരുന്ന ഹാങ് ചെയ്തിരുന്ന വിമാനങ്ങളിലേക്ക് മിസൈലുകൾ പതിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനം വരുന്നു. ഇത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ്, ആർക്കും കൃത്യമായി സ്ഥിരീകരിക്കാനാവില്ലല്ലോ. ആ വിവരങ്ങൾ ഒരിക്കലും അമേരിക്കയോ സൗദി അറേബ്യ പുറത്തു വിടുകയുമില്ല. അമേരിക്ക പറയുന്നതിൽ ഒരു വിമാനത്തിന് മറ്റ് വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി പറന്നിറങ്ങിയ വിമാനങ്ങൾ തന്നെയാണ്. ആ വാർത്ത തെറ്റാണ്. ഒരു വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനയാണ് അമേരിക്ക നടത്തിയത്. അത് ഇപ്പോൾ ഊഹാപോഹങ്ങൾ മാത്രം വിശ്വസിക്കാനാണെങ്കിൽ ഇപ്പോൾ തകർന്നു എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവർ അങ്ങനെ വിശ്വസിക്കും, തകർന്നില്ല എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവർ അങ്ങനെ വിശ്വസിക്കും. കൃത്യമായ സ്ഥിരീകരണം ഉണ്ടെങ്കിലല്ലേ അത് തിരിച്ചു പറയാനാവൂ. അത് ആർക്കുമില്ല. അതുകൊണ്ട് ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിമാനങ്ങൾക്ക് 5 വിമാനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇതിനകത്തു നിന്ന് വരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായി അറിയില്ല. മറ്റൊന്ന് കൃത്യമായി തകർന്നു എന്നറിയാം. ഇറാഖിൻ്റെ എർബിലിൻ്റെ മുകളിൽ വെച്ച് ഈ പറക്കലിനിടയിൽ എണ്ണ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം, അത് 2 വിമാനങ്ങൾ തമ്മിൽ തട്ടി തകർന്നതാണ് എന്ന് പറയുന്നു. ആ വിമാനം തകർന്നിരിക്കുന്നു, പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അപ്പോൾ തന്നെ ഇറാഖിലെ ഷിയ അനുകൂല മിലിഷ്യകൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. തങ്ങൾ അയച്ച മിസൈൽ ഏറ്റാണ് ഈ വിമാനം ആകാശത്ത് വെച്ച് തകർന്നത് എന്ന് കൃത്യമായി പറയുന്നു. അതല്ല എന്നോ ആണ് എന്നോ തെളിയിക്കാൻ നമുക്കാവില്ല. വസ്തുത അമേരിക്കൻ വിമാനങ്ങൾ ഒരെണ്ണമെങ്കിലും, ഒന്നല്ല 2 എണ്ണമെങ്കിലും ഇറാഖിൽ തകർന്നു വീണിരിക്കുന്നു. 5 എണ്ണത്തിൽ ഒരെണ്ണത്തിനെങ്കിലും സൗദി അറേബ്യയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ സൈനിക വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. സൗദി അറേബ്യ പറഞ്ഞു ഞങ്ങളുടെ ഭൂമി അമേരിക്കൻ ഓപ്പറേഷൻസിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയാണോ എന്നറിയില്ല. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സൗദിയുടെ ഉപരിതലത്തിലെ ഒരു കേന്ദ്രത്തിലാണല്ലോ ഈ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നത്. അത് അമേരിക്കൻ വിമാനങ്ങളാണല്ലോ. അമേരിക്കൻ വിമാനങ്ങൾ സൗദിയുടെ എയർ സ്പേസിലൂടെ പറക്കുന്നുണ്ട്. ആക്രമണങ്ങൾ പങ്കെടുക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ, റീഫ്യൂലിംഗ് നടക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ സൗദിയിൽ വരുന്നുണ്ട്. അവിടെ വിമാന ഇന്ധനം നിറയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ സൗദി നേരിട്ട് പങ്കാളിയല്ല എങ്കിൽ പോലും സൗദിയും ഒരു രീതിയിൽ ഇതിൽ പങ്കാളിയാണ്. എല്ലാ അറബ് രാജ്യങ്ങളും, ഇസ്ലാമിക രാജ്യങ്ങളും, എല്ലാ GCC രാജ്യങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻവോൾവ് തന്നെയാണ്. ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഭാഗികം മാത്രമാണ്. നേരിട്ട് സൗദി അറേബ്യയുടെയോ UAEയുടെയോ അല്ലെങ്കിൽ ബഹ്റൈൻ്റെയോ ഖത്തറിൻ്റെയോ ഒരു വിമാനം ഇറാനിൽ ആക്രമണം നടത്തിയതായി അറിവില്ല. അവിടെ നിന്നും ഒരു മിസൈലും അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നും, അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നറിയില്ല, ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാനെതിരെ പോയിട്ടില്ല. അതേസമയം ഇറാനിൽ നിന്നും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തന്നെ, റോക്കറ്റുകളും ഒക്കെ തന്നെ ആ ഭാഗത്ത് പതിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, യുദ്ധം പൂർണ്ണമായി ഏകപക്ഷീയം അല്ല. ആദ്യം പലരും കരുതിയിരുന്നത് ഏകപക്ഷീയമായ യുദ്ധമാണ്. വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നഷ്ടം സംഭവിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകളിൽ ഉൾപ്പെടെ ചില സ്ഫോടനങ്ങൾ നടക്കുന്നു. അപകടങ്ങളും ആക്രമണപരമായ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നു. അതുകൊണ്ട് 2 പക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ട് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. മറ്റു 2 കാര്യങ്ങൾ കൂടിയുള്ളത്, ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇപ്പോൾ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഹമാസ് ആണ്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിന്നാലെ മറ്റൊരു വാർത്തയുള്ളത്, ഇറാനോട് പൊരുതാൻ ഹോർമൂസിന്റെ സുരക്ഷയ്ക്ക് പടക്കപ്പൽ അയക്കാമോ എന്ന് ചൈനയോടും സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ട്രംപ്. ഹമാസിനെ കൂട്ടുപിടിച്ചായാലും എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന അവസ്ഥയിൽ ഒരു തോൽവി മണത്തോ അമേരിക്ക?
യുദ്ധവിജയം ഉറപ്പുവരുത്താൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാം എന്നാണോ അമേരിക്ക വിശ്വസിക്കുന്നത്? അമേരിക്ക ചെകുത്താനായി കണ്ട ഒരു കക്ഷിയാണല്ലോ ഹമാസ്. അമേരിക്ക ഏറെ വെറുപ്പോടുകൂടി മാറ്റി നിർത്തിയിരുന്ന രാജ്യങ്ങളാണല്ലോ റഷ്യ, ചൈന. ഈ രാജ്യങ്ങളൊക്കെ ചൈനയുമായി കച്ചവടമൊക്കെ ഉള്ളത് വേറെ കാര്യം. ഒരു നിർണായക ഘട്ടത്തിൽ ഇവരുടെയൊക്കെ സഹായം ഇപ്പോൾ വേണ്ടി വന്നിരിക്കുന്നു. ഒരു സഹായം പറയുന്നത് ഒരുപക്ഷെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾ, GCC രാജ്യങ്ങളാണ് ഹമാസിനെ കൊണ്ട് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിപ്പിച്ചതെന്ന് കരുതുന്നവരാണ് ഏറെ. അപ്പോൾ GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അപലപനീയമാണ് എന്ന് പറയുന്നത് ഹമാസാണ്. ഹമാസ് സുന്നി മുസ്ലിം സംഘടന കൂടിയാണല്ലോ. അതുകൊണ്ട് അറബി രാജ്യങ്ങളുമായി അടുത്ത് നിൽക്കുന്നു. അവരുടെ ധനസഹായം ഇറാനിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, ഖത്തറിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള സംഭാവനകൾ, സഹായങ്ങൾ ഈ ഗസയുടെ റീകൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ലഭിക്കുന്നത് കൊണ്ട് ഈ ഹമാസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. ഇറാനെ പൂർണ്ണമായി കൈയൊഴിയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ഇറാൻ്റെ സൃഷ്ടിയാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. അത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രയേലിൻ്റെ സൃഷ്ടി കൂടിയാണ്. PLOയെ എതിർക്കാൻ, ഫത്തായെ എതിർക്കാൻ അറാഫത്ത് കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ബാലൻസിങ് ഫാക്ടറായിരുന്നു ഈ പറയുന്ന ഹമാസ്. പിന്നീട് അതിൻ്റെ പിതൃത്വം ഇറാൻ അങ്ങ് ഏറ്റെടുത്തു. ഇറാൻ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം നട്ടു നനച്ച് വളർത്തി. ഇപ്പോൾ ഒരു നിലപാടെടുക്കേണ്ടി വന്നപ്പോൾ ഹമാസ് ലേശം ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ഇറാനെ പൂർണ്ണമായി കൈയൊഴിയുന്നു, കുറ്റപ്പെടുത്തുന്നുമില്ല. എങ്കിൽ പോലും അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു വെച്ചു. അത് കൗതുകത്തോടു കൂടിയാണ് ലോകം കേട്ടത്. അതൊന്ന്. 2, അമേരിക്കൻ പ്രസിഡന്റ് വളരെ കൗതുകരമായ ഒരു കാര്യം പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞതാണോ അതോ ചുമ്മാ തന്ത്രം പറഞ്ഞതാണോ അതോ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറഞ്ഞതാണോ എന്നറിയില്ല. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി ചൈനീസ്, റഷ്യൻ പടക്കപ്പലുകൾ എത്തണം. എത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞങ്ങൾക്കും കൊള്ളാം. സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അവിടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചൈനീസ് കപ്പലുകൾ, പടക്കപ്പലുകളാണ് കേട്ടോ, വരണം. അവർ പാത ഒരുക്കുന്നതിലൂടെ ചൈനീസ് യാനങ്ങൾ, എണ്ണ കപ്പലുകൾ വരണം, എണ്ണ കൊണ്ടുപോകണം. അങ്ങനെ ഇറാനെ നമുക്കെല്ലാം ചേർന്നൊരു പാഠം പഠിപ്പിക്കണം. എനിക്കറിയില്ല എന്തുദ്ദേശത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറയുന്നതെന്നറിയില്ല. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്ക് കേട്ട് ഉടനെ ചാടിപ്പുറപ്പെടുന്ന രാജ്യങ്ങളാണോ റഷ്യ, ചൈന എന്നും അറിയില്ല. ഇറാൻ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം റഷ്യയും ചൈനയും തന്നെയാണ്. അവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, പക്ഷേ അവർ ടാക്റ്റിക്കലായ പിന്തുണ പല കാര്യങ്ങളും, ടെക്നോളജി കാര്യങ്ങളിൽ ഉൾപ്പെടെ, വിവരങ്ങൾ കൈമാറുന്നതിലുൾപ്പെടെ നൽകുന്നുണ്ടെന്ന് തന്നെയാണ് മുൻ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള രാജ്യങ്ങളോട് പറയുന്നു ഉപരോധം പൊളിക്കാൻ. അമേരിക്കയാണല്ലോ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇറാനാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്ക്. അത് ബലം പ്രയോഗിച്ച് തുറക്കാൻ അമേരിക്കൻ കപ്പലുകളോടൊപ്പം തോളോട് തോള് ചേർന്ന് റഷ്യൻ, ചൈനീസ് കപ്പലുകൾ. എത്ര മനോഹരമായ നടക്കാത്ത മോഹം, സ്വപ്നമാണിത്. അങ്ങനെ സ്വപ്ന സമാനമായ ഒരു യുദ്ധമൊന്നും ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടില്ല, ഇനിയും നടക്കാൻ പോകുന്നതുമില്ല. ബലം പ്രയോഗിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ശ്രമം നടത്തിയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. എണ്ണ പരന്ന് അവിടെയെല്ലാം ഒഴുകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോർമൂസ് കടലിടുക്ക് മാത്രമല്ല, പേർഷ്യൻ ഗൾഫിൽ മുഴുവൻ പല എണ്ണക്കപ്പലുകളിൽ നിന്നും എണ്ണ ചോർന്നൊലിക്കുന്നത് നൂറ്റാണ്ടുകൾ എടുക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം, നൂറ്റാണ്ടുകൾ പോലും നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതികമായ ഒരു വലിയ ശോഷണത്തിന് ഇടയാക്കുക. ആ പ്രദേശം മുഴുവൻ കണ്ടാമിനേറ്റഡ് ആകുകയാണ്, പൊല്യൂട്ടഡ് ആവുകയാണ്. അത് വരുത്തി വെക്കാൻ അമേരിക്ക ശ്രമിക്കുമോ? ഇറാൻ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ ആക്രമിക്കേണ്ടി വന്നേക്കാം. അതിനുള്ള ഒരു ബലം, ശക്തി ഇറാന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത പല മിസൈലുകളും പരീക്ഷിക്കാനും കൃത്യതയോടെ അല്ല എങ്കിൽ പോലും ചില കപ്പലുകളെങ്കിലും മുക്കാൻ കഴിയും. അണ്ടർഗ്രൗണ്ട് ഇപ്പോൾ കേൾക്കുന്നു ഇറാൻ്റെ ചില അണ്ടർ വാട്ടർ ഡ്രോണുകൾ, അതായത് വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ചില ഡ്രോണുകൾ കപ്പലുകളിൽ ടോർപീഡോ പോലെ ചെന്ന് കപ്പലിൽ ഇടിച്ച് മുക്കാൻ. കസി ഡ്രോണുകളാണ്, ആത്മഹത്യാ ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ പോയി ആക്രമിച്ച് തിരിച്ചു വരുന്നതൊന്നുമല്ല, അത് ഇടിച്ചം കയറുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഡ്രോണുകളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ശരിയാണ് എങ്കിൽ കടലിനടിയിൽ, പേർഷ്യൻ കടലിനടിയിൽ, ഉൾക്കടലിനടിയിൽ വലിയ ചീങ്കണ്ണികൾ
തിമിംഗലങ്ങൾ ഉണ്ടാകും ഈ ഡ്രോണുകളുടെയും മറ്റായുധങ്ങളുടെയും രൂപത്തിൽ. എന്താണ് സംഭവിക്കാൻ പോകുക? ഉപരിതലത്തിൽ നടക്കുന്ന സ്ഫോടനങ്ങൾക്ക്, ജലത്തിനടിയിലൂടെ വരുന്ന വിപത്തുകൾ, അതൊക്കെ തിരിച്ചറിയാൻ തക്ക സോണാർ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവാം. തീർച്ചയായും ടെക്നോളജിയുണ്ട്, വലിയ ടെക്നോളജിയുള്ള രാജ്യമാണ് അമേരിക്ക, ഇസ്രയേൽ. ഇതങ്ങനെയൊക്കെ സംഭവിക്കുമെന്നല്ല, പക്ഷേ 1-2 കപ്പലുകളൊക്കെ മുക്കാൻ സാധിക്കും. അതുകൊണ്ട് ധൈര്യപൂർവ്വം ബലം പ്രയോഗിച്ചുകൊണ്ട് ഹോർമൂസ് തുറന്ന് അതിലൂടെ എണ്ണക്കച്ചവടം നടത്തി ഇറാനെ പാഠം പഠിപ്പിച്ച് വെല്ലുവിളിക്കാനൊന്നുമുള്ള സാഹചര്യം ഇപ്പോഴില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെ ട്രംപിന് പറയേണ്ടി വരുന്നു, ഞങ്ങളുടെ യുദ്ധം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നല്ല, നിങ്ങളുടെയും കൂടെ സഹകരണം ഉണ്ട് എങ്കിൽ നമുക്കിത് രമ്യമായി അവസാനിപ്പിക്കാം എന്ന മനോഭാവത്തിലേക്ക് ട്രംപ് വരുന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹം, ശുഭോദർക്കം. ശരിക്കും ഈ പല വിദഗ്ധരും വിലയിരുത്തിയത് ഇറാന്റെ പടക്കോപ്പുകൾ തീരാറായി എന്നാണ്. പക്ഷേ ഇന്നലെ ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. വജ്രായുധം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി അത് ഉപയോഗിക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. ശരിക്കും അമേരിക്കയും ഇസ്രായേലും ക്ഷീണിക്കുമ്പോൾ വമ്പൻ തിരിച്ചടിക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം. ആ രീതിയിൽ വേണമോ ഇതിനെ നോക്കിക്കാണാൻ? ഇറാന്റെ ആവനാഴിയിൽ എത്ര ആയുധങ്ങൾ അവശേഷിക്കുന്നു? ലോകം ചോദിക്കുന്ന ചോദ്യമാണ്. അമേരിക്കയുടെ ക്ലെയിം ശരിയാണെങ്കിൽ 70% മുതൽ 90% വരെ ആയുധങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു, ഉപയോഗിക്കപ്പെടാതെ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. ബാക്കി ഇറാൻ ഉപയോഗിച്ച് തീർത്തു. ഇനി കേവലം 10% ആയുധങ്ങൾ മാത്രമാണ് മാളത്തിൽ, അളയിൽ അവശേഷിക്കുന്നത്. ഇത് അമേരിക്കൻ ഭാഷ്യമാണ്, ഇസ്രായേലി ഭാഷ്യമാണ്. മറുപക്ഷത്ത് ഇറാൻ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ ആയുധശേഷിയെക്കുറിച്ച് അറിയില്ല. ഇറാന് സമീകൃതമായ ഒരു സേനാവിന്യാസമല്ല ഉള്ളത്, അതെല്ലാവർക്കും അറിയാം. സമീകൃതം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡായ ഒരു സിസ്റ്റം ഓഫ് ഡിഫൻസ് ഓർ ഒഫൻസ് ഇറാനില്ല, ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. സമീകൃതം എന്ന് പറയുമ്പോൾ അവിടെ കരസേന, വ്യോമസേന, നാവികസേന കൃത്യമായ അനുപാതത്തിൽ. കരസേനയിൽ വലിയ എണ്ണം ആളുകൾ അതുണ്ട്, തീർച്ചയായും ഉണ്ട്. 5 ലക്ഷത്തിൽ പരം സൈനികരുണ്ട്, 2-3 ലക്ഷം റിസർവ് സൈനികരുണ്ട്, 8 ലക്ഷം പേരെങ്കിലും അണിനിർത്താൻ പറ്റുന്ന വലിയൊരു സേനാ വിന്യാസമുണ്ട്. ടാങ്കുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, വെടിക്കോപ്പുകളുണ്ട്, ഗൺസ് ആൻഡ് പീരങ്കികൾ എല്ലാമുണ്ട്. കരയിലല്ലല്ലോ യുദ്ധം നടക്കുന്നത്, ആകാശത്തുകളല്ലേ. അപ്പം പിന്നെ കര സൈന്യത്തിന് എന്താവശ്യമെന്ന് നമ്മൾ ചോദിച്ചേക്കാം. അപ്പോൾ കരസേന സജ്ജമാണ്, അവർ ഡിഫൻസിന് വേണ്ടി സജ്ജമാണ്. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറാൻ തക്ക വലിയ ശക്തി ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ടാങ്കുകൾ ഉപയോഗിച്ചൊരു യുദ്ധം അയൽ രാജ്യത്തേക്ക് നടത്തേണ്ട കാര്യം ഇപ്പോൾ ഇല്ലല്ലോ. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു, പക്ഷേ അയൽ രാജ്യങ്ങളുമായി യുദ്ധമില്ല. ഇസ്രായേൽ ആകട്ടെ, അമേരിക്ക ആകട്ടെ ഇറാൻ്റെ അയൽ രാജ്യവുമല്ല. പിന്നെ ഉള്ളത് നാവികസേനയാണ്. അത് ശക്തമായ നാവികസേന ഇറാനുണ്ട്. പക്ഷേ അത് വ്യോമാക്രമണത്തിൽ തവിട് പൊടിയാകാവുന്ന നാവിക സേനാ വിന്യാസം 16 കപ്പലുകളാണ് ഇറാൻ്റേതായി മുഖ്യതായി അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാസമുദ്രത്തിൽ, ഇന്ത്യയുടെ തെക്ക്, ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്ത് വെച്ച് മുങ്ങിയ ഒരു പടക്കപ്പൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടം നാവിക വ്യൂഹത്തിനുണ്ടായി. വലിയ പുതുക്കലുകളൊന്നും കാലാകാലങ്ങളിൽ, അത് ഉപരോധം കാരണമൊക്കെ സ്പെയർ പാർട്ട് കിട്ടാനില്ല, ടെക്നോളജി ലഭിക്കാനില്ല, പണം ലഭിക്കാനില്ല. അതുകൊണ്ട് ഇറാൻ്റെ നാവികസേനയുടെ പ്രഹരശക്തിയും കുറവാണ്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാവിക ഡ്രോണുകൾ ഉൾപ്പെടെ, അണ്ടർഗ്രൗണ്ട്, അണ്ടർ വാട്ടർ ഓപ്പറേഷൻ സബ്മറീനുകൾ ഉൾപ്പെടെ, ചെറിയ ഗൺബോട്ടുകൾ ഉൾപ്പെടെ, അതൊക്കെ ഇറാൻ്റെ ശക്തിയാണ്. ചെറിയ ചെറിയ ഗൺബോട്ടുകൾ, 100 കണക്കിന് ഗൺബോട്ടുകൾ, ഇതൊക്കെ ഒരു ആളില്ല ഗൺബോട്ടുകൾ ഉൾപ്പെടെ, ആളില്ല ബോട്ടുകൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഉപയോഗിക്കാം. ഒരു ചാവേർ ബോട്ടുകൾ എന്നൊക്കെ പറയുന്ന ബോട്ടുകളാണ്. അതെല്ലാം നാവികസേനയുടെ ആയുധങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും അമേരിക്കൻ നാവികസേനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ്റെ നാവികസേനയ്ക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനാവില്ല. കുറച്ചൊക്കെ പ്രതിരോധം ഒരുക്കാൻ കഴിയും, മൈനുകൾ വിതറാൻ കഴിയും, അതുപോലും പരിമിതമായ ശേഷിയാണ്. പക്ഷേ വ്യോമസേനയിലേക്ക് വരുമ്പോഴോ വിമാനങ്ങൾ വളരെ കുറവ്. ഉള്ളത് ജാംബവാൻ്റെ കാലത്തെ വിമാനങ്ങളാണ്. പറന്നുയരാൻ പറ്റില്ല, യുദ്ധഭൂമിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. പറന്നുയർന്നാൽ ഉടനെ തന്നെ അമേരിക്കൻ വിമാനങ്ങൾ അവരിൽ മിസൈലുകളേറ്റ് നിലം പതിക്കും. ഈ ഗ്രൗണ്ടിലെങ്ങാനും ഇടാമെന്ന് വെച്ചാലോ ആ ഹാങ്ങറുകളിൽ തന്നെ ബോംബാക്രമണം നടത്തി പ്ലെയിനുകളൊക്കെ മൊത്തം നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയും പ്രതീക്ഷയില്ല. പിന്നെയുള്ള ഏക പ്രതീക്ഷ വൻപൻ മിസൈൽ ശേഖരമാണ്. ഫത്ത സീരീസിലെ മിസൈലുകൾ, ഷഹീദ് ഡ്രോണുകൾ, മിസൈലുകൾ എന്ന് വേണ്ട പല പേരുകൾ, ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ചത്, റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചത്, ഇൻഡിജിനസായി നിർമ്മിച്ച വൻ ശേഖരം. 7000-ഓളം മിസൈലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 3000 വൻ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ്. അതോടൊപ്പം പരശതം ഡ്രോണുകൾ, വിവിധ കാറ്റഗറി, വിവിധ റേഞ്ച്, വിവിധ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകൾ. അവിടെയാണ് ഇറാൻ്റെ ശക്തി. ആ ശക്തി പൂർണ്ണമായി നശിപ്പിച്ചു എന്നത് അമേരിക്കൻ ക്ലെയിമാണ്. ഒരുപക്ഷെ തന്ത്രം എന്ന നിലയിൽ പ്രഹരശേഷി കുറഞ്ഞ ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ആദ്യം വിട്ട്
പരമാവധി അമേരിക്കൻ സേനയെ ടെസ്റ്റ് ചെയ്യുക, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ്. അത് വിട്ട് സകല സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കട്ടെ. അതിലെന്താ കാര്യം? ഒരു ഡ്രോണിന് ചിലവെത്ര? 20 ലക്ഷം 30 ലക്ഷം രൂപ. അതേസമയം അത് തകർക്കാനുള്ള പേട്രിയോട്ട് സിസ്റ്റത്തിന് ചിലവെത്ര? 3-4 മിസൈലുകൾ ഇങ്ങോട്ട് അത് തകർക്കാൻ, ഒരു ചെറിയ ഡ്രോൺ 20 ലക്ഷത്തിന് ഡ്രോൺ തകർക്കാൻ 4 മിസൈലുകൾ പേട്രിയോട്ട് സിസ്റ്റത്തിൽ നിന്നും ചീറിപ്പായുമ്പോൾ അത് 28 കോടി രൂപയാണ്. 20 ലക്ഷം എവിടെ കിടക്കുന്നു, 28 കോടി എവിടെ കിടക്കുന്നു? വലിയ ഒരു 1:10 പോലുമല്ല. എത്രയോ ഇരട്ടിയാണ് ചെലവ്. ഇറാൻ്റെ യുദ്ധച്ചെലവിനേക്കാൾ വളരെ കൂടുതലാണ് പ്രതിരോധ ചെലവ് അമേരിക്കയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നാൽ കുറേയേറെ ആഴ്ചകൾ കഴിയുമ്പോൾ, 3-4 ആഴ്ച, ഒരു മാസം, ഇപ്പോൾ 2 ആഴ്ചയാണ് പിന്നിട്ടത്, ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയുള്ള താഡ് സംവിധാനം, പ്രതിരോധത്തിന് വേണ്ടിയുള്ള പേട്രിയോട്ട് സംവിധാനം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരും. അപ്പോഴായിരിക്കാം കരുതി വച്ചിരിക്കുന്ന ചില ബ്രഹ്മാസ്ത്രങ്ങൾ ഇറാൻ അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇറാൻ്റെ ഭീഷണി. ഉപയോഗിക്കുമെന്നറിയില്ല. കരുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും യുദ്ധസമയത്ത് പറയുന്നതൊക്കെ നമ്മളെ ഹരിച്ച് കുണിച്ചാണ് എടുക്കുന്നത്. ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ അങ്ങനെ വിശ്വസിക്കുക, അല്ലാത്തവർ ഇത് ഊതിപ്പിച്ച് കണക്കായി കരുതുക. എനിക്ക് നിഷ്പക്ഷമായി മാത്രമേ അതിനെ വിലയിരുത്താനാവൂ. നിങ്ങളോ ഞാനോ കണ്ടിട്ടില്ലല്ലോ ഈ പറയുന്ന റിപ്പോർട്ടുകൾ, വിവിധങ്ങളായ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ സ്വാംശീകരിച്ച് മനുഷ്യന് മനസ്സിലാകാൻ സാധ്യതയുള്ള രൂപത്തിൽ പരമാവധി പക്ഷം പിടിക്കാതെ അവതരിപ്പിക്കുക എന്നത് മാത്രമല്ലേ ചെയ്യാനാവൂ. അപ്പോൾ യുദ്ധം എങ്ങോട്ട് തിരിയുന്നു എന്നത് നിഷ്പക്ഷമായി ചിന്തിക്കാനല്ലേ ആവൂ. അല്ലാതെ പക്ഷം പിടിച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഒരു ക്ലാരിറ്റിയും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇറാൻ്റെ യുദ്ധങ്ങൾ, ഇറാൻ്റെ ആക്രമണങ്ങൾ, ഇറാൻ്റെ ഫ്യൂരി, എപ്പിക് ഫ്യൂരി അമേരിക്കയുടേതാണ് അല്ലേ? ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. പക്ഷേ ഇറാൻ്റെ യഥാർത്ഥ ഫ്യൂരി, ശൗര്യം, വാശി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പഴശ്ശിരാജ സിനിമയിൽ കേട്ടതുപോലെയുള്ള ഡയലോഗ് അത് വെറും ഡയലോഗ് മാത്രമാണോ, അതോ അതിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ? കാത്തിരുന്ന് കാണാം. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ നയതന്ത്രവും വിദേശ നയത്തിലെ പാളിച്ചകളും സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പലുകൾ ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്ക് എവിടെയാണ് പാളിയത്, അങ്ങനെ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ.